പേരെന്തായിരുന്നു? മിതുഷ. മിതുഷ എവിടുന്ന് വരിക? കൊല്ലത്തുനിന്ന് വരികയാണ്. അപ്പൊ ആസിഫ് അലിയെ കാണാനായിട്ട് കൊല്ലത്തുനിന്ന് ഒരു സ്നേഹ സമ്മാനവുമായിട്ട് മിതുഷ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം മിതുഷ. അതും കൂടാതെ നമ്മുടെ രാജകുമാരി സെയിൽസ് ആൻഡ് ഡിസൈൻസിനാണ് ഒരു വലിയ നന്ദി അറിയിക്കുന്നത്. ആസിഫ് അലിയെ പോലൊരാളെ നമുക്ക് നമ്മുടെ കണ്ണുകൾ ഇവരൊക്കെ എന്താ ഡിസൈൻസിന് നമുക്ക് ഈ ഒരു സുവർണ അവസരം ഒരുക്കി തന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. മോളുടെ പേരെന്താ? അപർണ. അടുത്ത സമ്മാനം അപർണ വരച്ചാണോ? അപർണ വരച്ച ഒരു ഫോട്ടോ ഫ്രെയിമുമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലിക്ക് സമ്മാനമായിട്ട് നൽകാനായിട്ട്. ഇവിടെ പലരും ആസിഫിക്കയുടെ ഹോർഡിങ്സിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന നിൽക്കുന്നവന്റെ മനസ്സൊന്നറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. നമ്മുടെ മലയാളികളെ പഠിപ്പിച്ച സംസാരിക്കാൻ പോകുന്നത് എല്ലാം കേൾക്കാൻ കഴിച്ച വാക്കുകളൊക്കെ. നമസ്കാരം. സാധാരണ ഒരു വേദിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ഞാനാണ്. ഇന്നൊരു ചേഞ്ചിന് രാജകുമാരിയുടെ രാജകുമാരനാണ് ബഹളം ഉണ്ടാക്കിയത്. ഒരുപാട് സന്തോഷം. ഇന്നൊരു ശനിയാഴ്ചയാണ്, ഇത്രയും തിരക്കുള്ള ദിവസമാണ്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് രാജകുമാരിയുടെ ഇനോഗ്രേഷനിൽ പങ്കെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നല്ലൊരു കൈയടി കൊടുക്കാൻ, ഒരു നന്ദി പറയാം. നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന്. ചിങ്ങ ഒന്നായിട്ട് ഇന്ന് ഇവിടെ വന്ന് ഈ സന്തോഷം നേരിട്ട് ഇത്രയും പേർ എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് എക്സൈറ്റഡ് ആണ് ചിങ്ങ ഒന്നായിട്ട് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ചിങ്ങ എങ്ങനെ അങ്ങോട്ട് ആരംഭിക്കട്ടെ. ഒരു സ്പെഷ്യൽ പരിപാടി ഉണ്ട്. പക്ഷെ അതിന് മുന്നേ നമുക്കൊരു ലോഗോ ലോഞ്ച് ഉണ്ട്. രാജകുമാരി സെയിൽസ് ആൻഡ് ഡിസൈൻസിന്റെ ഓണം ഓഫേഴ്സിന്റെ. കൂടാതെ ആസിഫൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഡാൻസ് കളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചോട്ടെ. എന്റെ കൂടെ ആരെങ്കിലും ഡാൻസ് കളിച്ചാൽ ഞാൻ കളിക്കാം. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും ഡാൻസ് കളിക്കും. വാക്ക് കൊടുത്തോട്ടെ. ഈ ചേച്ചിമാരൊക്കെ റെഡി ആയിട്ട് വന്നു തന്നെ ഡാൻസ് കളിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്.